ഹായ് ഹലോ വെൽക്കം ടു നോർഡിക്. നമസ്കാരം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കണു. ഞാനിവിടെ സുഖമായിരിക്കണു. പതുക്കെ സ്നോ ഒക്കെ തുടങ്ങിയിട്ടോ വെസ്റ്റ്രോസിൽ. അപ്പോൾ അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഒരു ദിവസം ലഞ്ചിന് പ്രത്യേകിച്ച് കറികളൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു 2-3 വിഭവമൊക്കെ ഉണ്ടാക്കാൻ വയ്യ, മടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോക്ഷം കാത്തിരിക്കുന്ന കുറച്ച് ചെമ്മീൻ, കുഞ്ഞ് ഇവിടെ ക്ലീൻ ചെയ്ത ഫ്രോസൺ ചെമ്മീൻ കിട്ടുമേ, അത് കണ്ടത്. അതും തക്കാളിയും നല്ല ഗ്രീൻ ടൊമാറ്റോ കിട്ടിയിരുന്നു. അപ്പോൾ അതും കണ്ടത്. അപ്പോൾ വിചാരിച്ചു എന്നാ ഒന്ന് പരീക്ഷിച്ച് കളയാമെന്ന്. ജസ്റ്റ് ചെമ്മീൻ എടുത്തു, ഒന്ന് ഡീഫ്രോസ്റ്റ് ചെയ്തു. അതിനുശേഷം അതിലേക്ക് കുറച്ച് ലൈം ജ്യൂസ്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയാണ് ആഡ് ചെയ്തത്. അപ്പോൾ എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ചു. ഇരിക്കട്ടെ 10 മിനിറ്റ് എന്ന് വിചാരിച്ച് അത് നീക്കി വെച്ചു. ആ ടൈം കൊണ്ട് നല്ല ഗ്രീൻ തക്കാളി പീസ് ചെയ്തെടുത്തു. അതിനുശേഷം പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് അത് ചൂടാക്കുക. ചൂടായി വരുമ്പോൾ കടുകിട്ട് കടുക് പൊട്ടുമ്പോഴത്തേനും അതിൽ നമ്മുടെ കറിവേപ്പില ഇടാം. നിങ്ങൾക്ക് ഉള്ളിയോ വെളുത്തുള്ളിയോ അതൊക്കെ വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മടിയായിരുന്നു. പിന്നെ ഞാൻ സിമ്പിളായിട്ട് ഭയങ്കര സിമ്പിളായിട്ട് എന്തെങ്കിലും മതി എന്നുള്ളൊരു ഇതിൽ ഇത്രയേ ഞാൻ ആഡ് ചെയ്തുള്ളൂ. അത് കഴിഞ്ഞ് മാരിനേറ്റ്, ഉപ്പും നാരങ്ങാനീരും മഞ്ഞൾപ്പൊടിയും ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ, കുഞ്ഞു ചെമ്മീൻ അതിട്ടു. അത് നമുക്കറിയാമല്ലേ, ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓവർ കുക്ക് ആയിക്കഴിഞ്ഞാൽ ഒരു റബ്ബറി ടെക്സ്ചർ വരും. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാം ഈവണായിട്ടൊന്ന് പരത്തിയിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് എടുത്തു. അതിനുശേഷം അതിലേക്ക് കുറച്ച് പച്ചമുളക്, ഞാൻ എരിവിന് പച്ചമുളകും കുരുമുളകുമാണ് ആഡ് ചെയ്യുന്നത്. പച്ചമുളക് ഞാൻ ഇപ്പോൾ ഇട്ടു, കാരണം ആ ചെമ്മീനിലേക്ക് പച്ചമുളകിൻ്റെ ഒരു ചെറിയൊരു നീറ്റം കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട്. അതിനുശേഷം ഗ്രീൻ ടൊമാറ്റോസ് അരിഞ്ഞ് വെച്ചത് അതും ഇട്ടു. ഇതും അധികം വേവ് വേണ്ട, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രീൻ ടൊമാറ്റോസിൻ്റെ ആ ഒരു പുളിപ്പുണ്ടല്ലോ, പുളിപ്പും ആ ഒരു ചെറിയൊരു നമുക്കൊന്ന് കടിക്കാൻ കിട്ടുവാണെങ്കിൽ അത് നല്ലതാണ്. കുഴഞ്ഞു പോകരുത്. അപ്പോൾ ഒരുപാട് നമ്മളത് വേവിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു പുളിപ്പും മീനിൻ്റെ, അതായത് ആ മീനിൻ്റെ ഒരു ടേസ്റ്റും എന്നാൽ ഒരു തോരൻ്റെ ടെക്സ്ചറും ഒക്കെ ഉണ്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചോറുണ്ണാൻ നല്ല സുഖമായിരിക്കും. നല്ലൊരു നല്ല സ്വാദുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചു, കാരണം ആ ഒരു പച്ചമുളക് വാടാനായിട്ട് ആക്ച്വലി അടച്ചു വയ്ക്കുന്നത്. കാരണം ബാക്കിയെല്ലാം നമുക്ക് റോ ആയിട്ട് കഴിക്കാൻ പറ്റും. നമ്മൾ ചെമ്മീൻ ഒരുപാട് മുമ്പിട്ടതാണ്, അത് കാരണം അത് വെന്തിട്ടും ഉണ്ടായിരിക്കും. അതിനുശേഷം അതെല്ലാം നന്നായി മിക്സ് ചെയ്തു. അതിനുശേഷം ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇവിടെ അതാ കിട്ടുക, അപ്പോൾ ഞാൻ അതാണ് എടുത്തത്. നമുക്ക് ഫ്രഷ് കോക്കനട്ട്, നാട്ടിലൊക്കെ ഫ്രഷ് കോക്കനട്ട് കിട്ടുവാണെങ്കിൽ അതിട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടെ ജ്യൂസി ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. നമ്മൾ ഒരുപാട് നേരം തേങ്ങ ഇട്ടിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതിയേ. ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് എടുക്കാം. അപ്പോൾ അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, കുരുമുളക് പൊടി, ക്രഷ്ഡ് പെപ്പർ കുറച്ചിട്ടു, ഒന്ന് മിക്സ് ചെയ്തു. അപ്പോൾ ലാസ്റ്റ് ഇടുമ്പോൾ ആ ഒരു എരിവും നമുക്ക് കിട്ടും. ചോറിന് ഭയങ്കര ഒരു ബെസ്റ്റ് കോമ്പിനേഷനായിരിക്കും ഇത്. ചോറ് മാത്രമല്ല കേട്ടോ, ചപ്പാത്തിക്കും നല്ലൊരു കോമ്പിനേഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ രണ്ടും രാവിലെയും കഴിച്ചിരുന്നു, ഉച്ചയ്ക്കും കഴിച്ചിരുന്നു, വൈകുന്നേരം ഡിന്നറിന് ഞാൻ ഇതെടുത്തിരുന്നു ചപ്പാത്തിയുടെ കൂടെ. അപ്പം നല്ലൊരു ഈസി സംഭവമാണ്. ഇനി വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഈ ചെമ്മീനെ നമുക്ക് പനീർ വെച്ച് റീപ്ലേസ് ചെയ്യാം കേട്ടോ. ഞാൻ പനീർ വെച്ചിട്ടും ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിരുന്നു ഇത്. അപ്പോൾ പനീർ വെച്ചിട്ട് വെജിറ്റേറിയൻസ് പനീർ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പനീർ കുഞ്ഞ് ക്യൂബ്സ് ആക്കുക, എന്നിട്ട് ഒന്ന് എണ്ണയിൽ ആദ്യം സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അതും അടിപൊളിയായിരിക്കും കേട്ടോ, നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.